മലയാളം ബിഗ് ബോസ് സീസൺ 7 പണിപ്പുര ടാസ്കിൽ ഇന്ന് മത്സരിക്കാൻ പോയത് മൂന്നാമത്തെ ടാസ്കിൽ ആര്യനും അനീഷും ജിസേലുമായിരുന്നു. 10 വോട്ടുകൾ വീതം ലഭിച്ചിട്ടാണ് ഇവർ പണിപ്പുര ടാസ്കിൽ മത്സരിക്കാൻ എത്തിയത്. ടാസ്ക് ലെറ്റർ ഒന്നാമത്തെ ലെറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ മുതൽ ഈ ടാസ്ക് ലെറ്റർ വായിക്കുന്നത് മുതൽ അനീഷ് മിണ്ടരുത്, ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്നത് വരെ മിണ്ടരുത് എന്നാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് അനീഷ് ആ ടാസ്ക് ഏറ്റെടുത്തു. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ജ്യൂസ് കുടിക്കുക, മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുണ്ടനം ചെയ്യാണ്. അത് ജിസേൽ ഒട്ടും സമ്മതിച്ചില്ല. ആര്യം പറയുന്നുണ്ട്, ആര്യനും അത് സമ്മതിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കസ് ചെയ്യാൻ, പക്ഷേ അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണോ എന്നറിയില്ല. എന്താണെങ്കിലും ആ ടാസ്ക് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അതിൽ ആർക്കും ഒരു പോയിന്റ് ലഭിച്ചിട്ടില്ല. അവസാനം തലമുണ്ടനം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോള് അതേപോലെ ശൈത്യ ഇവരൊക്കെ തലമുണ്ടനം ചെയ്യാമെന്ന് പറഞ്ഞു വന്നു. ആര്യ നീ തലമുണ്ടനം ചെയ്യുകയാണെങ്കിൽ ഞാനും മുണ്ടനം ചെയ്യൂ കേട്ടോ തല എന്ന് പറഞ്ഞുകൊണ്ട് ശൈത്യ വന്നു എന്ന് പറഞ്ഞ് ആക്ട് ചെയ്ത് അനുമോളുടെ അടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ആര്യ നീ തലയൊന്നും മുണ്ടനം ചെയ്യില്ലേ, ഞാനും തല മുണ്ടനം ചെയ്യും എന്ന് വന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇവിടെ വേറെ പലരും ഉണ്ട്, നമ്മളെ കൂടത്തിൽ നിന്ന് ചതിക്കുന്നവരുണ്ട്, അത് നമ്മുടെ സരിക ചേച്ചിയാണ്. എനിക്ക് തലയൊന്നും മുണ്ടനം ചെയ്യാൻ പറ്റില്ല, ഇതെൻ്റെ വെപ്പം മുടി, അത് പോകും, അതെല്ലാവരും അറിയും, നാട്ടുകാർ മൊത്തം കാണും, അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് നമ്മുടെ അനുമോൾ സരിക ചേച്ചിനെ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്. അനുമോൾ തല മുണ്ടനം ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് റെഡി ആയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരും കളിയാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ റെഡി തന്നെയാണ്. അനുമോൾ അപ്പോൾ തന്നെ ബിഗ് ബോസിനെ വിളിച്ച് പറയുകയാണ്, ബിഗ് ബോസ് കേൾക്കാമോ, ഞാൻ തല മൊട്ടയടിക്കാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്.